നമസ്കാരം. ഇവർക്ക് ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ യെല്ലോ പിയോനി ലോട്ടസിനെ കുറിച്ചാണ്. ഇതാണ് യെല്ലോ പിയോനി ലോട്ടസ്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ യെല്ലോ പിയോനി ലോട്ടസ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേക മണമുണ്ട് കേട്ടോ. ഇത് പ്രത്യേകതരം മണമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ കുഞ്ഞു മുട്ടൊക്കെ വരുന്നുണ്ട്, കുഞ്ഞു മുട്ട വരുന്നുണ്ട്. നിറയെ പൂക്കുന്ന വെറൈറ്റി കൂടെയാണ് ഇത്. സാധാരണ കണ്ടല്ലോ, ഫ്ലവർ ശ്രദ്ധിച്ചോളൂ. സിംഗിൾ പെറ്റലല്ല, മൾട്ടി പെറ്റലാണ്. അപ്പോൾ എല്ലാ ലോട്ടസിൻ്റെയും ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നെലിംബോ നൂസിഫറ എന്നുള്ളതാണ് എല്ലാ താമരയുടെയും ശാസ്ത്രീയ നാമം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകളിലും അതിനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ ഏകദേശം 50 മുതൽ 134 പെറ്റൽസ് വരെ ഒരു പൂവിലുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇതിൽ അത്രത്തോളം ഇല്ല. ഓരോ പൂവും 12 മുതൽ 17 സെൻറ്റിമീറ്റർ വരെ വലിപ്പം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മഴയായതുകൊണ്ട് അത്ര നന്നായിട്ട് ആയിട്ടില്ല, എന്നാലും വളരെ മനോഹരമാണ് കാണാൻ. പിന്നെ അറിയാമല്ലോ, ലോട്ടസിൻ്റെ എന്തിനൊക്കെയാണ് ലോട്ടസ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പല വീഡിയോകളിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാനും, അതുപോലെ തന്നെ ലോട്ടസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ പൂജയ്ക്കൊക്കെ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഇത് ഭക്ഷണത്തിനും അതുപോലെ സൗന്ദര്യത്തിനും അലങ്കാരത്തിനും എല്ലാം നമ്മൾ ഈ ലോട്ടസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ, ഇലകൾ. ഇത് വളരെ വലിയ ഹൈറ്റിലൊന്നും ആയിട്ടില്ല ഈ മുട്ടുകൾ. ഇതാണ് എൻ്റെ വീട്ടിലെ യെല്ലോ പിയോനി ലോട്ടസ്. യെല്ലോ പിയോനി ലോട്ടസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഇത് വാങ്ങിച്ച് നടുക. ഇനി അടുത്തതായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ പീകോക്ക് പിങ്ക് ലോട്ടസിനെ കൂടെ പരിചയപ്പെടുത്താം. പീകോക്ക് പിങ്ക്. ഇതാണ് പീകോക്ക് പിങ്ക് ലോട്ടസ്. നല്ല ഭംഗിയാണ്, നല്ല മനോഹരമാണ് കാണാൻ. കണ്ടോ, നിറയെ പെറ്റൽസ് ഉണ്ട് കേട്ടോ, നിറയെ പെറ്റൽസ് ഉണ്ട്. മഴ പെയ്തത് കാരണം മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ വിരിയാൻ ഇച്ചിരി പ്രയാസമാണ്. നല്ല മണമുള്ള, നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂവാണ്. ആരും ഇഷ്ടപ്പെടുന്ന ഒരു പൂവാണ്. കാരണം അതിൻ്റെ വൈറ്റും നല്ല ഡാർക്ക് പിങ്ക്, അഗ്രഭാഗങ്ങളിൽ അറ്റങ്ങളിൽ ഡാർക്ക് പിങ്കും നടുക്ക് വൈറ്റും. കണ്ടോ, വൈറ്റും ഡാർക്ക് പിങ്കും അങ്ങനെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടല്ലോ, അകം കണ്ടല്ലോ, അകഭാഗം കണ്ടല്ലോ. ഇതാണ് പീകോക്ക് പിങ്ക് ലോട്ടസ്. ഇത് വളരെ നന്നായിട്ട്, ഇതും നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ടോ, നന്നായി പൂക്കുന്ന ഒരു വെറൈറ്റി കൂടെയാണ്. ഇതും അലങ്കാരത്തിനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോട്ടസുകൾ എല്ലാ താമരകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂവാണ് ഈ ലോട്ടസ്, അതായത് പീകോക്ക് പിങ്ക് ലോട്ടസ്. ഇതിൽ പിന്നെ വേറെ മുട്ടുകളൊന്നും കണ്ടില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഒത്തിരി നാളായി, അതുകൊണ്ടായിരിക്കാം. എന്നാലും അത് നിന്ന് പൂക്കുന്നുണ്ട്. ഉണ്ടോ, വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ താമരയുടെ വീഡിയോ ചെയ്തപ്പോൾ, അതായത് നമ്മുടെ ഗ്രീൻ ആപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്ത താമര, ഏത് താമരയായാലും താമരയുടെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്നുകൂടെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണ്. അതാണ് ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു മുട്ട് കണ്ടോ. അപ്പോൾ ഈ ഗ്രീൻ ആപ്പിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഇത് ഹൈബ്രിഡ് എന്നാണ് അന്ന് പറഞ്ഞത്.
പക്ഷേ ഈ ഗ്രീൻ ആപ്പിൾ ഹൈബ്രിഡ് അല്ല. നോക്കിക്കോളാം, അടുത്ത് നോക്കാം. കണ്ടോ, ഇത് കുഞ്ഞു മൊട്ടാണ്, അതിന് ദിവസങ്ങളെടുക്കും വിരിയാൻ. അപ്പോൾ ഇത് ഹൈബ്രിഡ് വെറൈറ്റി അല്ല, ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഓക്കെ, ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അന്നത്തെ വീഡിയോയിൽ ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. വളരെ ഹൈറ്റിൽ നല്ല ഉയരത്തിലത് പൂക്കും. ഇപ്പോൾ നമ്മൾ എല്ലാ താമരകളും റീപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.